എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ലൈസൻസ് ചെയ്യാൻ പോണ് നമ്മുടെ തമിഴ്നാട്ടിൽ കണ്ട പോലെ തന്നെ കോച്ചിങ്ങിൻ്റെ രണ്ടാമത്തെ പാഠം. ഈ കഴിഞ്ഞ് ഒരുപാട് വർഷങ്ങളായി, ഒരുപാടല്ല കുറച്ചായി, എന്നാലും സി ചെയ്യാൻ പോണ്. അപ്പോൾ 5-6 വട്ടം നമ്മൾ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് എന്താണ് ഇപ്പോഴാണ് സെലക്ഷൻ കിട്ടിയത്. അതോടെ ഇരിക്കട്ടെ. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ട്രെയിൻ കിട്ടിയില്ല പറഞ്ഞാൽ മണ്ടത്തരം കാണിച്ചു പോയി. 14 ബുക്ക് ചെയ്യുന്ന ട്രെയിൻ 13 ബുക്ക് ചെയ്തു. അതൊക്കെ കൺഫേം ആയി, കാശും പോയി. അപ്പോൾ ഇന്ന് ലോക്കൽ ടിക്കറ്റിൽ ഷൊർണൂർ വരെ വന്നു. രാവിലെ 4 മണിയാകുമ്പോൾ ഇവിടെ എത്തി. പക്ഷേ ഇവിടുത്തെ ട്രെയിൻ 7:50 അപ്പോൾ അതുവരെ ഇവിടെ കിടന്ന് ഉറങ്ങി. നല്ല തണുപ്പും നല്ല കൊതും. ഇവിടുന്ന് എണീറ്റ് ഫ്രഷായിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ സി ലൈസൻസിൻ്റെ എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളും ഈ വീഡിയോയിലുണ്ടാവും. അപ്പോൾ സ്റ്റേ ട്യൂൺ. അവിടെ അങ്ങനെ പൊളിച്ചിട്ടേക്കാണ്. 7:50 ട്രെയിൻ എന്നൊക്കെ പറയുമ്പോൾ ഒന്നും കാണാനില്ല. നോക്കട്ടെ. അപ്പോൾ ഇവിടെ നിന്ന് വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതാണ് ഡേ 1. ഡേ 1 ഇനിയിപ്പോൾ ഇവിടുന്ന് ട്രെയിൻ കയറി ഇനി നമുക്ക് പോകേണ്ടത് ബാക്ക് സൈഡിൽ കണ്ട നല്ലൊരു സൂര്യനെ കുതിച്ചങ്ങ് നിൽക്കുന്നുണ്ട്. ഇനി പോകേണ്ടത് മാംഗ്ലൂർക്കാണ്. മാംഗ്ലൂർ ഇറങ്ങി അവിടുന്ന് ഇനപ്പോയ ബസ് കിട്ടും. ഇനപ്പോയ ബസ്സിൽ നിന്ന് നേരെ ഇനപ്പോയ യൂണിവേഴ്സിറ്റിയിൽ അവിടെ ഇറങ്ങാം. ഇനപ്പോയ യൂണിവേഴ്സിറ്റിയിലല്ല, സ്റ്റേ പുറത്ത് നമ്മുടെ റഫീഖ് അറേഞ്ച് ചെയ്ത ഒരു റൂമുണ്ട്, അവിടേക്കാണ് പോകുന്നത്. അപ്പോൾ ബാക്കി എവിടെ വെച്ച് കാണാം. ഓക്കെ, ബൈ. ഇരിക്കാൻ പാടില്ല, എന്നാലും വണ്ടി നിർത്തിട്ടേക്കണം. വണ്ടീനെ എപ്പോൾ എടുക്കാവോ, ഡിലേ ആവോ, പണിയാവോ എന്നറിയത്തില്ല. നോക്ക്, ഓയിൽ വാരി. അപ്പോൾ ഡീറ്റെയിൽസ് ഞാൻ റൂമിലെത്തിയിട്ട് പറയാം കേട്ടോ. അതായത് ഇപ്പോൾ സി ലൈസൻസ് ഇത് കുറേ പേർക്ക് അപ്ലൈ ചെയ്തിട്ട് കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ അതിന് ചെറിയൊരു വഴിയുണ്ട് കിട്ടാൻ. അതൊരു മെയിൽ അയക്കണം. അതിൻ്റെ മെയിൽ ഐ ഡിയും കാര്യങ്ങളും ഞാൻ റൂമിൽ പോയിട്ട് കറക്റ്റ് ഒന്ന് എഡിറ്റ് ചെയ്തിടണം. അതായത് നമ്മൾ ഒരു 3-4 വട്ടം അപ്ലൈ ചെയ്തൊക്കെ, കാരണം നമുക്ക് സീനിയേഴ്സ് ആയിട്ടുള്ള ഒരുപാട് പേര് സി ലൈസൻസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് കിട്ടണമെങ്കിൽ നമുക്ക് ഒരു ഒഫീഷ്യൽ മെയിൽ ഐ ഡി ഉണ്ട്, അതിലോട്ട് നമ്മൾ റിക്വസ്റ്റ് അയക്കണം. നമ്മൾ ഇത്ര വട്ടം അപ്ലൈ ചെയ്തു, അതുകൊണ്ട് എനിക്ക് കിട്ടിയില്ല, ഇനി വരുന്ന നിങ്ങൾക്ക് കേരളത്തിൽ വേണമെങ്കിൽ ഇനി വരുന്ന കേരളത്തിൽ എവിടെയും വരാണെങ്കിൽ എന്നെ പരിഗണിക്കണം, അതുപോലെ തന്നെ അല്ലെങ്കിൽ എവിടെയാണെങ്കിലും എന്നെ പരിഗണിക്കണം എന്നുള്ളൊരു മെയിൽ അയക്കണം. 1-2 അയച്ചാൽ പോരാ, ഒരു മാക്സിമം ഒരു 10-15 മെയിൽ അയച്ചാലേ നമുക്കത് കിട്ടുള്ളൂ. ഞാനൊരു 8 അയച്ചിട്ടുണ്ടാവും. 8 അയച്ചിട്ട് ഞാൻ ആരെങ്കിലും റെക്കമെൻഡൊക്കെ ചെയ്യാൻ നിർത്തിയിരിക്കുന്ന സമയത്തായിരുന്നു എന്ത് വന്നത്, എനിക്ക് മാംഗ്ലൂരിൽ നിന്ന് കിട്ടിയത്. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ വൈകിക്കേണ്ടെന്ന് കരുതി, അതുകൊണ്ടാണ് വേണം. അപ്പോൾ മെയിൽ ഐ ഡി കാര്യങ്ങൾ ഞാൻ ഈ സൈഡിലങ്ങ് കൊടുത്തേക്കാം, അല്ലെങ്കിൽ ക്യാപ്ഷനിലോ ഡിസ്ക്രിപ്ഷനിലോ അങ്ങനെ കൊടുത്തേക്കാം. അപ്പോൾ അത് കോപ്പി ചെയ്യുക, അതിലേക്ക് നിങ്ങളുടെ രീതിയിൽ ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്തിട്ട് നിങ്ങളുടെ ആവശ്യം, എനിക്ക് വേണം, കേരളത്തിലാണെങ്കിൽ കേരളത്തിൽ എവിടെയാണെങ്കിൽ വേണമെന്ന് ടൈപ്പ് ചെയ്യുക. ഓക്കെ, അയക്കാം. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും കിട്ടും. അപ്പോഴേക്കിനും എന്ത് ചെയ്യണം, പൈസ എടുത്ത് വയ്ക്കണം. പൈസ എത്ര വേണമെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. പൈസ ഇപ്പോൾ AFFൻ്റെ ഫീസ് 13,500 13,500 എന്ന് പറയുമ്പോൾ അത് ജസ്റ്റ് അവരുടെ ഫീസാണ്. ഇത് GSTയും കാര്യങ്ങളൊക്കെ കൂടി ഓൺലൈൻ അയക്കുമ്പോൾ നമുക്ക് 16,000 രൂപ മൊത്തം. പിന്നെ ആ സ്റ്റേറ്റിൻ്റെ ഫീ. ഇപ്പോൾ എവിടെയാണ് നമ്മൾ പോകുന്നത് ആ ഒരു എമൗണ്ട് പറയും. ഇപ്പോൾ എനിക്കിവിടെ വന്നേക്കുന്നത് 24,000 രൂപയാണ്. അതായത് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ എല്ലാം കൂടെ 10 ദിവസത്തേക്ക്. പക്ഷേ ഞാൻ എടുത്തേക്കുന്നത് പുറത്തോട്ടാണ് വീട്. അപ്പോൾ 12,000 രൂപ അല്ലെങ്കിൽ നമുക്ക് കൊടുക്കണം. 12,000 രൂപയ്ക്ക് രാവിലത്തെ ഫുഡും ഉച്ചക്കലത്തെ ഫുഡും കാര്യങ്ങളും കിട്ടും, ബാക്കി എല്ലാ സർവീസും കിട്ടും. നൈറ്റ് ഫുഡും താമസം ഉണ്ടാവില്ല. അപ്പോൾ അത് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അത് കിട്ടണമെങ്കിൽ 24,000 രൂപ കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് 24,000 രൂപ ഇല്ല കയ്യില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, നമ്മുടെ ഒരു കൂട്ടുകാരൻ റഫീഖ് ഒരു വീട് റെഡിയാക്കി തന്നിട്ട് 10 ദിവസത്തേക്ക്. അപ്പോൾ അവിടെ ചെല്ലുന്നു, നൈറ്റ് ഫുഡ് കാണുന്നു. ഓക്കെ, വണ്ടി എടുത്തു. ശരി, ബൈ. കുറച്ച് കഴിഞ്ഞിട്ട് അടുത്ത് വീട് ഇടാം, അടുത്ത് ഭാഗം. ഗൈസ്, മാംഗ്ലൂർ വന്നിറങ്ങി. എന്ത് മാംഗ്ലൂർ, ഒക്കെ മലയാളീസാണ് ഇവിടെ. മലയാളീസ് ഇങ്ങനെ നടക്കാൻ വയ്യ. പ്യൂർ ഗ്രാസ് നോക്കി പറഞ്ഞത് അതാണ് സെറ്റ്. ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ വീട്. മേലെ കാണുന്നുണ്ടോ, അതിൽ രണ്ടാമത്തെയാണ് നമ്മുടെ വീട്ടാണ്. നമ്മളൊരു 11 ദിവസം
കണ്ടിന്യൂസ് ആയിട്ട് നിന്ന വീടാണ്. അപ്പോൾ വളരെ പൈസ കുറവിനാണ് കിട്ടിയത്. റഫീഖിൻ്റെ ഒരു ഹെൽപ്പറിന് കിട്ടിയതാണ് കേട്ടോ. ഇതാണ് വീട്. ഗുഡ് മോർണിംഗ്. ഫസ്റ്റ് ഡേ ആണ് സി ലൈസൻസിൻ്റെ. കാണാമോ? ഫസ്റ്റ് ഡേയിൽ തന്നെ എനിക്ക് സെഷൻ കിട്ടിയിട്ടുണ്ട്. കാരണം 6 ഗ്രൂപ്പാക്കി തിരിച്ചേക്കാണ്. അപ്പോൾ 4ാമത്തെ ഗ്രൂപ്പിൽ ഫസ്റ്റ് ഞാനാണ്. അപ്പോൾ ഓരോ ഗ്രൂപ്പിലെയും ആദ്യത്തെ ആൾക്കാരാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് സെഷൻ എനിക്ക് കിട്ടിയേക്കുന്നത് കോച്ച് പ്ലെയർ ഫസ്റ്റ് ടച്ച് വെൻ റിസീവ് പാസസ്. അതായത് നമ്മുടെ ഫസ്റ്റ് ടച്ച് എത്ര ഇമ്പോർട്ടൻസ് ആണ് അതിൻ്റെ ഒരു സെഷൻ. വാമപ്പ് തൊട്ടൊരു ഫുൾ സെഷനാണ് എടുക്കേണ്ടത്. രാവിലെ തന്നെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു മിക്കവാറും. കാരണം സമയമുണ്ട്. കാരണം എത്ര സമയം എടുത്ത് വേണമെങ്കിൽ ചെയ്യാമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഫസ്റ്റ് സെഷൻ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇന്നലെ രാത്രി തന്നെ എല്ലാ കാര്യങ്ങളും. അവിടെ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ 2 കോച്ചസാണ്. ഒരു ഗോവൻ കോച്ചും ഒരു മഹാരാഷ്ട്ര കോച്ചുമാണ്. അപ്പോൾ എങ്ങനെയാണെന്നറിയില്ല. 3 പേര് ഫ്രണ്ടിലുള്ളതുകൊണ്ട് അറിയാം എന്തൊക്കെയാണ് കറക്ഷൻ പറയണതെന്ന്. നോക്കാം. നമ്മുടെ വീട്ടിൽ നിന്ന് ഇതാണ് ഫസ്റ്റ് ഗേറ്റ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ കൂടെയാണ് ഏനപ്പോയിലോട്ട് പോകേണ്ടത്. അവിടെ നിന്ന് ഇങ്ങോട്ട് താഴോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ഗ്രൗണ്ടാണ് കേട്ടോ. ഏനപ്പോയിലെ ഒരു ചെറിയൊരു സംഭവമാണ് കാണിച്ചിരിക്കുന്നത്. ഭയങ്കര ഷേക്കിംഗ് ആണ്. ഗൈസ് ഗുഡ് മോർണിംഗ്. അപ്പോൾ ഡേ 2 ആണ്. അപ്പോൾ ഇന്നലെ ഇട്ട വീഡിയോയിൽ ജേഴ്സി ഇല്ല. അപ്പോൾ 2 ജോഡി ജേഴ്സിൻ്റെ ഒരു ബ്ലൂ ഉണ്ട്, ഒരു റെഡും ഉണ്ട്. ഇത് സെക്കൻഡ് ഡേ ആണ്. അപ്പോൾ ഇനിയിപ്പോൾ ഒരു 10-15 പേര് നമ്മുടെ പ്രാക്ടിക്കൽ ചെയ്യാനുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മുടെ എക്സാമും കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഡേ 2 ഫസ്റ്റ് 7:30 റിപ്പോർട്ട് ചെയ്യണം. പ്രാക്ടിക്കലാണ് മൊത്തം. അത് കഴിഞ്ഞാൽ 10 o'clock തിയറി, ദെൻ റെസ്റ്റ്, ബ്രേക്ക്ഫാസ്റ്റ്, പിന്നെ തിയറി, ലഞ്ച്, പിന്നെ പ്രാക്ടിക്കലാണ്. അങ്ങനെയാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ പോയിട്ട് വരാം. ഗുഡ് മോർണിംഗ്. അപ്പോൾ 5ാമത്തെ ദിവസമാണ്. ഇന്നാണ് എൻ്റെ പ്രാക്ടിക്കൽ കേട്ടോ. കാണാമോ? അപ്പോൾ എന്താ പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ 7:30 റിപ്പോർട്ട് ചെയ്യണം. കറക്റ്റ് 6 മണിക്ക് എണീറ്റു. ഒരു 5 മിനിറ്റ് കണ്ണടയ്ക്കാൻ നേരത്തിൽ കിടന്നു. എണീറ്റത് 7:15. സംഭവം ഇവിടുന്ന് 5 മിനിറ്റ് മതി. പക്ഷേ ഫ്രഷ് ചെയ്യണം, ഫ്രഷ് ആവണം, തിങ്സ് എടുത്ത് വയ്ക്കണം പറയണം. ഇന്നലെ ഞാൻ ഒരു പേടിച്ചിട്ടുണ്ട്. കാരണം ഞാനൊരു 3 മിനിറ്റ് ലേറ്റ് ആയിരുന്നെങ്കിൽ എന്നെ പുറത്താക്കിയാണ്. എന്തോ ഭാഗത്തിൽ 7:15 എണീറ്റ്. പിന്നെ അതുകൊണ്ട് ഒരു 3 അലാറം വെച്ച് അങ്ങനെ എണീറ്റ് അപ്പോൾ പോവാണ്. പ്രോപ്പർ ടൈമിംഗ് ആണ്. മാക്സിമം ഒരു 4ാമത്തേക്ക് ആയിരിക്കും എൻ്റെ. അപ്പോൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. സെഷൻ പ്ലാനൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. ഞാൻ സബ്മിറ്റ് ചെയ്യണം. ഇനി അതങ്ങനെ എക്സിക്യൂട്ട് ചെയ്താൽ മതി. ഓക്കെ, പോയിട്ട് വരാം. The big one from Bangalore. The goalkeeper, the captain. Ika. So guys, ഇപ്പോൾ നാളെ റെസ്റ്റ് ഡേ ആണ്. ഓ എൻ്റെ മോഞ്ഞേ. സോ ഇതാണ് നമ്മുടെ യദുസൂദൻ. he got injured. കണ്ടില്ലേ എന്താ സുഖം. എന്താ കാല്. അപ്പോൾ അങ്ങനെ ഒരു രാത്രി നമ്മുടെ മാംഗ്ലൂർ ഓൾറെഡി വർക്ക് ചെയ്യുന്ന വിപിൻ ചേട്ടൻ്റെയും ഷാനിയുടെ ഒരു ചെറിയ ചിലവ്. വിപിൻ ചേട്ടനാണ് ചിലവ് ചെയ്തത്. അപ്പോൾ അവർ ഒരു അവിൽ മിൽക്കിൻ്റെ ഒരു പ്ലേസിലെന്ന് പറഞ്ഞപ്പോൾ അവിടേക്ക് ഞങ്ങൾ എല്ലാവരും കൂടെ പോകുന്നു. അപ്പോൾ ഞങ്ങളൊരു ടീമുണ്ട്, ഒരു മലബാർ ടീം. അതായത് അവിടെ റോഷൻ ചേട്ടൻ ഫോട്ടോ എടുക്കും മോനെ ഫോട്ടോ ചേട്ടാ വീഡിയോ എടുക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെ എന്താണ് ടീം. കൊച്ചു മലയാളീസ് ഉണ്ട്. അപ്പോൾ അത് ഞങ്ങളൊരു 6-7 പേരുണ്ട്. അപ്പോൾ അവരെല്ലാവരും കൂടെ ഒരുമിച്ച് ഞങ്ങൾ എന്ത് ചെയ്യുക, ഈ അവിൽ മിൽക്ക് അടിക്കാൻ വന്നതാണ്. അപ്പോൾ വിപിൻചാൻ്റെ ചിലവാണ്. ഇതാ നിൽക്കുന്ന പഹൻ്റെ ചിലവാണ്. ആഷിഖുണ്ട്, രൂപനാഥനേട്ടുണ്ട്, റോഷൻ ചേട്ടനുണ്ട്, ഷാനിയുണ്ട്, ആശിഷുണ്ട്, ഇതാ ആഷിഖ്, അഫ്സലിക്ക, കാലിക്ക. ഇതൊക്കെയാണ് ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ.
അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് അവൈലബിൾക്ക് അടിക്കുന്നതാണ്. അപ്പോൾ ആളുടെ ചിലവാണ്. കാരണം നൈറ്റൊക്കെ ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞു 1-2 മണിയാന്ന് തോന്നുന്നു ഈ ഒരു കഴിക്കാൻ വന്നേക്കുന്നത് ഈ സമയം. കുറച്ച് അവിടെ നിന്നൊരു 4-5 കിലോമീറ്റർ ഉണ്ട് ഈ സ്ഥലത്തേക്ക് ബാംഗ്ലൂരിൽ നിന്ന്. അപ്പോൾ അങ്ങനെ ഒരു മലബാറി ഗ്യാങ് ഞങ്ങളങ്ങ് രൂപീകരിച്ചു, ചെറിയൊരു ഗ്രൂപ്പും. ഗുഡ് മോർണിംഗ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. ലുക്ക് കോൺഫിഡൻറ്റ് എന്താ അറിയില്ല. 7ാമത്തെ ദിവസമായി. അപ്പോൾ ഡെയിലി ക്യാമ്പ് ചെയ്യുന്നതുകൊണ്ട് സെഷൻ ചെയ്യാൻ ഇത്തിരിയും കൂടി ഈസിയാണ്. നോട്ട് പെർഫെക്റ്റ് എന്നാലും ഈസിയാണ്. അപ്പോൾ ഫസ്റ്റ് പ്രാക്ടിക്കൽ കഴിഞ്ഞപ്പോൾ ഇത്തിരി കൂടെ കോൺഫിഡൻറ്റ് ഗെയിൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഒരു പാട്ടൊക്കെ ഇട്ട് പതുക്കെ അങ്ങ് 7ാമത്തെ ദിവസത്തിലോട്ട് പോകണം. അപ്പോൾ ഇന്നലെ 1v1 3v2 ബാക്ക് 4 ഒക്കെ ചെയ്യിച്ചു. ഇന്ന് ഗോൾ കീപ്പിംഗ് ആണ്. ഗോൾ കീപ്പിങ്ങിൻ്റെ ഒരു സെഷൻസ് എടുക്കും. നമ്മളെല്ലാവരും ഗോൾ കീപ്പർമാരെ മാത്രം ചെയ്താൽ മതി. അപ്പോൾ അത് കഴിഞ്ഞാൽ പ്രാക്ടിക്കലാണ്. എനിക്ക് 2ാമത്തെ പ്രാക്ടിക്കൽ കിട്ടിയേക്കുന്ന ഷൂട്ടിംഗ് ഫിനിഷിംഗ് ആണ്. അപ്പോൾ നോക്കാം. ബൈ. അപ്പോൾ സി ചെയ്യാൻ പോകുന്ന എൻ്റെ എല്ലാ കൂട്ടുകാരന്മാരോടും എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ. 2 മൊഡ്യൂളായിരുന്നു, അത് ചെറുതാക്കി ഒറ്റ മൊഡ്യൂളാക്കി 10 days ഉള്ളൂ. അപ്പോൾ എല്ലാം കൂടെ ചുരുക്കിക്കൊണ്ട് ഒരുപാട് സമയം ഇല്ല. അപ്പം ഡെയിലി എടുക്കുന്ന അന്നാന്നിരുന്ന് പഠിക്കണം. അന്നാന്ന് സെഷൻ ഉണ്ടാക്കുക, അന്നാന്ന് തിയറി പഠിക്കുക. അങ്ങനെ ഡെയിലി ചെയ്യുവാണെങ്കിൽ നമുക്ക് ലാസ്റ്റ് ആകുമ്പോൾ ടെൻഷൻ ഉണ്ടാവില്ല. അല്ലെങ്കിൽ ലോഗ് ബുക്കൊക്കെ വരുമ്പോഴേക്കും ഒരുപാട് സമയം കുറയും. അന്നാന്ന് എടുക്കുന്നത് അന്നാന്ന് തന്നെ പഠിക്കുക, സെഷൻ അന്നാന്ന് തന്നെ ഉണ്ടാക്കുക. ഓക്കെ, മാക്സിമം PPT ഒക്കെ എടുത്ത് എന്നും പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഗുഡ് മോർണിംഗ്. അപ്പോൾ അങ്ങനെ ലാസ്റ്റ് ഡേ തിയറി എക്സാമാണ്. അപ്പോൾ അത് കഴിഞ്ഞ ഉടൻ തന്നെ വീട്ടിലോട്ട് പോകണം. അപ്പോൾ 2 പ്രാക്ടിക്കൽ കഴിഞ്ഞു. പ്രാക്ടിക്കൽ കിട്ടും, കോൺഫിഡൻ്റ് ആണ്. തിയറി പഠിച്ചിട്ടൊക്കെ ഉണ്ട്. ഇനി അവിടെ പോയിട്ട് അറിയാം എങ്ങനെയാണെന്നല്ലേ. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് ഡേ. അപ്പോൾ ബൈ. Okay. Also big clap for all the coaches also. For the last few days. Yes, so we have something for the players, for all the hard work that you've done. I think so. It's best if 1 minute. Vipin, where is it? Yeah. So we have something for you all, for all the hard work that you've done, right? Because right now is the best time to be a player in there, yeah, to succeed at a top level. But you showed that in the past few days. It was very hard sometimes, double session, triple session, but you put in the effort, right? Ekta, please come in front. So we have something for you. Please come. So on behalf of the batch, yes, we have Ekta to give something for you. You can just give it to one of them. ഈ ചുറ്റും നിൽക്കുന്ന പിള്ളേരാണ്ടാ, ഇവരാണ് നമ്മുടെ ആൾക്കാർ. നമ്മുടെ സെഷന് വേണ്ടി എല്ലാ ഹെൽപ്പും കാര്യങ്ങളും ഇവർ വെച്ചിട്ടാണ് നമ്മൾ സെഷൻ എടുത്തിരുന്നത്. അപ്പോൾ ഇവർ ഒരുപാട് ഹെൽപ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി ഞങ്ങൾ ഒരു 3 കേക്കും എല്ലാവർക്കും ഓരോ ബോട്ടിലും. അപ്പോൾ അത് അതെങ്കിലും കൊടുത്തില്ലേ മോശമല്ലേ. അപ്പോൾ അത് ഈ ചുറ്റും നിൽക്കുന്ന ഒട്ടുമിക്കൊരു മലയാളീസാണ് കേട്ടോ. ഒട്ടുമിക്കരും അവിടെ ഫുൾ സ്കോളർഷിപ്പോടുകൂടി പഠിക്കുന്ന, ഫുട്ബോൾ മാത്രം കളിക്കാൻ വേണ്ടി എൻജോയ് ചെയ്ത് വരുന്ന കുട്ടികളാണ്. അപ്പോൾ നല്ല സപ്പോർട്ടായിരുന്നു അവർ. അപ്പോൾ അവർക്ക് വേണ്ടി ചെറിയൊരു ട്രീറ്റാണ് ഈ കാണുന്നത്. അപ്പോൾ ഒരു 3 കേക്കും, അപ്പോൾ അതുപോലെ തന്നെ എല്ലാവർക്കും ഓരോ വാട്ടർ ബോട്ടിലും. ഇതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അത്രയെങ്കിലും കൊടുത്തില്ലെങ്കിലും മോശമല്ലേ. അത്രയും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കുട്ടികൾ. Yeah, please take the cakes. Yeah, sir, any closing words for everyone? Okay. First of all, from behalf of AFF, I'd like to thank FC Mangalore for completing this course. And on a very high note, I thank the boys for supporting these coaches throughout the course. Wishing all the best to the coaches in their future. And of course, now we have another instructor for License. I wish you all the best. Thank you, sir. Thank you very much. Everything was good. All the discipline, on time, punctuality, everything. And hats off for you all for that. Okay. ഗായ്സ്, അപ്പോൾ അങ്ങനെ സീരിയസ് കഴിഞ്ഞിരിക്കുകയാണ്. നാട്ടിലോട്ട് പോവാണ്. അപ്പോൾ അങ്ങനെ തിയറി കഴിഞ്ഞിട്ട് 10 days കഴിഞ്ഞാൽ നമ്മുടെ റിസൾട്ട് വരും.